പവിഴമല്ലി പുത്തുലഞ്ഞ നീലവാനം. അങ്ങനെ പൂക്കളും പുഴകളും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ. സ്ക്വാമിഷിലെ ടിം ഹോട്ടൽസിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. പതിവ് പോലെ തന്നെ നമുക്കൊരു കോഫി ഒക്കെ എടുത്തുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ യാത്ര അങ്ങ് തുടങ്ങാം. ഇതാ ടിം ഹോട്ടൽസ് സമ്മർ സീസൺ ആയി കഴിഞ്ഞാലും വിന്റർ സീസൺ ആയാലും നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. കാനഡ കണി കൊണ്ടുണരുന്ന നന്മ എന്നാണ് നമ്മൾ പറയുക ടിം ഹോട്ടൽസിനെ കുറിച്ച്. അപ്പോൾ അങ്ങോട്ട് കയറാം. ടിം ഹോട്ടൽസിന്റെ ഡോണറ്റ് ഒക്കെയാണ്. അപ്പോൾ അതിനകത്ത് നല്ല കളർഫുള്ളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ഡോണറ്റ് ഒക്കെ നമ്മൾ പിക്ക് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അതാ നേരെ മാംകും വാട്ടർഫോൾസ്. ഇത് സ്ക്വാമിഷ് സിറ്റിയിൽ നിന്ന് അടുത്ത് തന്നെയാണ്. ഓഫ് റോഡ് എന്നൊക്കെ ചിലർ പറയും, പക്ഷെ ഓഫ് റോഡ് എന്നുള്ളൊരു ഗ്രാവൽ റോഡ്. ഏത് വണ്ടി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓടിച്ചെത്താൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കി നമ്മൾ സ്ലോയിൽ അങ്ങ് ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മതി. അല്ലാതെ കാറ് വരുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ചില ഗൂഗിൾ റിവ്യൂവിന് അതൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് കാർ എത്തില്ല എന്ന്. ഇതാ നമ്മളിപ്പോൾ വരുന്നത് ഈ റീസെൻ്റ് ആയിട്ടുള്ള റോഡിൽ കൂടാണ്. അപ്പോൾ ഇതാ റോഡൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ്. ചെറിയ ഡീവിയേഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളങ്ങനെ മാംകും വാട്ടർഫോൾസിലേക്കുള്ള യാത്രയിലാണ്. ഈ വരുന്ന വഴി കാണുന്ന നല്ല അടിപൊളി ഒരു അരുവിയാണ് കേട്ടോ. അരുവിയോ തോടെന്നൊക്കെ പറയാം. നല്ല കളകളാരവോ ഒക്കെ ആസ്വദിച്ച് നമുക്ക് വരാൻ പറ്റുന്ന ഒരു നല്ല കാഴ്ചയാണിത്. മാംകും വാട്ടർഫോൾസ് നമുക്ക് വാൻകൂവറിൽ നിന്ന് ഏകദേശം 1 hour 1.5 hour ട്രാഫിക് ഒക്കെ ആണെങ്കിൽ എത്തിപ്പെടാൻ പറ്റുന്ന സ്ക്വാമിഷിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള വാട്ടർഫോൾസ് ആണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇതൊരു ഹൈഡ്രോ പവർ യൂണിറ്റ് ആണ് ഇതിൻ്റെ അടുത്തായിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ വാട്ടർഫോളും വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയുള്ള കാഴ്ചകൾ കാണാം. മാംകും വാട്ടർഫോൾസിൻ്റെ പാർക്കിംഗ് ലോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാ ഇവിടെ ആയിട്ട് കുറേ അധികം വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രാവൽ ഏരിയ ആണ്. ഒരു ഗ്രാവൽ ടാറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല റോഡിൽ. അത് കാരണം മഡും ഗ്രാവലൊക്കെ ആയിട്ടുള്ള റോഡാണ്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് നേരെ വാട്ടർഫോൾസിലേക്ക് പോകാം. മാംകും വാട്ടർഫോളിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഇതാ ഈ കാണുന്ന ചെറിയ ട്രെയിലിനകത്തൂടെയൊക്കെ ഇറങ്ങിയാണ് താഴോട്ടേൽ. വലിയ ദൂരമൊന്നുമില്ല, അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ ഭയങ്കര എളുപ്പമാണെന്നാണ് പറയുക. ഇറക്കമായോണ്ട് തിരിച്ചു കയറി ഒരു ബാക്കിയായിട്ട് നമ്മൾ കയറണം. നമ്മൾ ഈ നടന്നു വരുമ്പോൾ തന്നെ വാട്ടർഫോളിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതാ ഇവിടെ ആയിട്ടൊരു ബോർഡുണ്ട്, വാട്ടർഫോൾ വ്യൂയിങ്. വാട്ടർഫോളിൻ്റെ താഴെയായിട്ടാണ് ഇതാ നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോകുന്നത് കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു വ്യൂ ഇവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനിതാ ഈ ഒരു കുഴി ഇറങ്ങി ആ മുകളിലേക്ക് കയറണം. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് വലിയൊരു കൊക്കയാണ്. ഇവിടെ നിന്ന് നമുക്ക് ആ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. ഇതായിട്ട് ചെറിയൊരു വെള്ളം തോട് ഇങ്ങനെ ഒഴുകി വരുന്നില്ല. അതിൻ്റെ ആ ഒരു വലിയ നദിയിലേക്ക് ഒഴുകി പോകുന്നതാണ്. അതിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കാല്ലേ. ഈ ഓരോ ശബ്ദവും നമുക്ക് റിഫ്രഷിങ് അല്ലെങ്കിൽ റിലാക്സിങ് റോഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സൗണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിൽ. ഈ വെള്ളം താഴേക്ക് ഒഴുകി പോകുന്ന ആ താഴ്വശയില്ല, അതിൻ്റെതാണ് ഈ വാട്ടർഫോൾ വരുന്നത്. ചെങ്കുത്തായ ഒരു ചരിവാണ്. അപ്പോൾ ആ ചരിവിൽ കൂടെയാണ് നമ്മൾ താഴ്ത്തിറങ്ങി പോകുന്നത്. ഇതാ ഈ വെള്ളോട്ട് നോക്കിയേ, മരങ്ങളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വീണത് അവർ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മണ്ടയിലൊക്കെ ഇങ്ങനെ പായൽ പിടിച്ചു നിൽക്കുകയാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മൾ അത്യാവശ്യം ഗ്രിപ്പുള്ള ഷൂ ഒക്കെ ഇട്ടിട്ട് വേണം ഇവിടെ വരാൻ. വരുന്നുണ്ട് ഞാനിപ്പോൾ ഇത്രയും ഗ്രിപ്പുള്ളൊരു ഷൂ ആയിട്ടിരിക്കുന്നത്. എന്നിട്ടിവിടെ തന്നെ തെന്നുന്നുണ്ട്. ഇവിടെ ഈ വാട്ടർഫോളിൻ്റെ അടുത്തായതുകൊണ്ട് എപ്പോഴും ആ ഒരു വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്തൊരു നനവുണ്ട് ഈ സർഫസിലൊക്കെ. ചവിട്ടി ഇറങ്ങുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം നമ്മൾ താഴോട്ട്.
അടുത്തായിട്ടാണ്, കുറച്ച് ദൂരം കൂടെ നമുക്ക് താഴോട്ട് പോയത് കാണാം. ഇവിടെ വരുമ്പോൾ ഒരു ബോർഡുണ്ട്, അതിനകത്ത് കയാക്ക് കുക്കിംഗ് താഴോട്ട്, കയാക്കിങ് പോകുന്നത് താഴോട്ടാണ് പോകുന്നത്. വാട്ടർഫോൾ ക്ലീൻ നമ്മൾ മേളിലോട്ടാണ്. നമ്മൾ വാട്ടർഫോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതാ അവിടെയായിട്ടാണ് വാട്ടർഫോൾ. അതിൻ്റെ ടോപ്പ് ഒരു പാട്ട് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. കുറച്ചുകൂടെ നമുക്ക് നടക്കണം. അടുത്ത് കഴിഞ്ഞുള്ള ഇതൊരു വ്യൂ കാണിക്കാം. അങ്ങനെ മാംകോം വാട്ടർഫോൾ ആണ് നമ്മൾ കാണുന്നത്. അതിമനോഹരമായ ഒരു വാട്ടർഫോൾ അല്ലേ. നമുക്ക് വാൻകൂവറിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, ചെറിയൊരു ഡ്രൈവ് എടുത്തു കഴിഞ്ഞാൽ സ്ക്വാമിഷിലെത്തിയ ഈ ഇടിവെട്ട് വാട്ടർഫോൾ കാണാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു വ്യൂ നമുക്ക് ഡ്രോണിലൂടെ ഒന്ന് കാണാം. അപ്പോൾ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാറയുടെ ഇടുക്ക് കാരണം നമുക്ക് ആ ഫുൾ വ്യൂ കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഡ്രോൺ ഒന്ന് പറത്തി അതിൻ്റെ ഇടുക്കിയിട്ട് കാഴ്ച നിങ്ങളെ കാണിക്കാം. അങ്ങനെ നമ്മുടെ ടിം ഹോട്ടൽസിൻ്റെ കോഫി ഡോണറ്റും ഒക്കെ കഴിച്ച് നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. നല്ല മധുരകരമായ കാഴ്ചകൾ മധുരം കഴിച്ചുകൊണ്ട് കാണണമെന്നല്ലേ പറയാം അല്ലേ. ഇതും ഒരു ഡോണറ്റാണ്. ഈ കുട്ടി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ആംകം വാട്ടർഫോളിൻ്റെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓർക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ഒരു ലൈക്ക് തരിക. അപ്പോൾ നമ്മൾ കൂടുതൽ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.